വ്യത്യസ്തമായ മറ്റൊരു കണ്ടൻറ്റ് എന്ന് പറയാനൊക്കില്ല. കാരണം തീർച്ചയായിട്ടും ഹായ് നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഇന്ന് വ്യത്യസ്തമായ മറ്റൊരു കണ്ടൻറ്റ് എന്ന് പറയാനൊക്കില്ല. കാരണം തീർച്ചയായിട്ടും എനിക്ക് ഇപ്പോൾ സ്കൂട്ടർ ആക്സിഡൻറ്റിന് ശേഷം പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇൻഡോറിലിരുന്ന് വീഡിയോ ചെയ്യുന്നു. അപ്പം മറ്റുള്ളവരുടെ ബൈക്സ് വീഡിയോകൾ ഞാൻ കടമെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ പെൺകരുത്തിനെക്കുറിച്ചും ശൗര്യത്തെക്കുറിച്ചും ഒക്കെ പറയാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിലെ വനിതകളെ ആദരവോടുകൂടി നമ്മൾ അവരെ പറയാറുണ്ട് പെൺപുലികൾ എന്നൊക്കെ. അങ്ങനെ ഒരു പെൺപുലികൾ അല്ലെങ്കിൽ പെൺകരുത്ത് നമുക്ക് കാട്ടിത്തരുന്ന ഒരു ജീവിതമാണ് വ്ളോഗ് ചെയ്തുകൊണ്ട് ട്രക്ക് ഓടിച്ചുകൊണ്ട് നയിക്കുന്നത് ഈ ഫാമിലി. അതായത് പുത്തേറ്റ് ട്രാവൽ വ്ളോഗ് എന്ന് പറയുന്ന വീഡിയോ ചാനൽ. അപ്പം അവരുടെ വീഡിയോകൾ ധാരാളം നമ്മൾ കാണാറുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലിരുന്ന് നമ്മുടെ വീഡിയോ ഹോം സ്ക്രീനിലിരുന്ന്, അതായത് നമ്മുടെ വീഡിയോയുടെ ഡൈനിങ് ഹാളിലിരുന്ന് കാണുകയാണ് പതിവ്. കാരണം അതങ്ങനെ തന്നെ കാണണം എന്ന് പറയാറില്ലേ, തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്ന് പറയുന്നില്ല. അപ്പം നമുക്ക് അവരുടെ ഒപ്പം യാത്ര ചെയ്യുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ഇതിലെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇതിൽ രതീഷിൻ്റെ അനുജൻ രാജേഷ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ രതീഷ് ജലജ ദമ്പതികളുടെ 2 പെൺകുട്ടികൾ, ഇവരെല്ലാം ഒരു ഹെവി ലൈസൻസ് എടുത്തവരാണ്. സ്ഥിരമായിട്ട് ഇതിൽ ട്രക്കിൽ പോകുന്നത് രതീഷും ജലജയും രാജേഷും മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരോടുള്ള ഫാമിലി ട്രിപ്പിൽ ഒന്നിച്ചു പോകാറുള്ളപ്പോൾ ഡ്രൈവ് ചെയ്യാറുണ്ടെന്ന്. പെൺമക്കളിൽ 2 പേരിൽ ഒരാൾ മിക്കവാറും ഡ്രൈവിങ്ങിൽ ഒക്കെ കാണാറുണ്ട്. എന്തായാലും ഇവരുടെ ഒരു കരുത്ത്, ഇവരുടെ ഒരു ഊർജം, ഇവരുടെ ഒരു പോസിറ്റിവിറ്റി, അത് നമുക്ക് നൽകുന്നത് ചെറിയ ഒരു കാര്യമല്ല. കാരണം അവരിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അവരുടെ വ്ളോഗ് ചെയ്തിരിക്കുന്നത് പെഹൽഗാമിലേക്കാണ്. അതായത് കേരള ടു ലഡാക്ക് എന്ന് പറയുന്ന ഒരു ട്രിപ്പ് ആവിഷ്കരിച്ചുകൊണ്ട്, അത് നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ച് അതിന് മുടക്കം വരാതെ കൃത്യസമയത്ത് തന്നെ അവർ ലഡാക്കിലേക്ക് തിരിക്കുകയും ഫാമിലിയായിട്ട് അപ്പോൾ അങ്ങനെ പോവുകയും അവിടെ എത്തിപ്പെടുകയും അവിടെ ചെന്ന് പല സ്ഥലങ്ങളും വിജനമായി കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഈ വ്ളോഗുകളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പുത്തേറ്റ് ട്രാവൽ വ്ളോഗ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക, കാണുക. അവരുടെ വീഡിയോകളൊക്കെ വളരെ ഭംഗിയായി അവർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അവരുടെ ആ ട്രക്ക് ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ട്രക്ക് ലൈഫ് എന്ന് പറയുമ്പോൾ ട്രക്കിൽ തന്നെ ആഹാരം പാകം ചെയ്ത്, ട്രക്കിൻ്റെ ഒരു പാർക്ക് ചെയ്തുകൊണ്ട് ആഹാരം പാകം ചെയ്യുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതികൾ. അതുപോലെ തന്നെ അവരുടെ ഇപ്പോഴത്തെ പെഹൽഗാമിലേക്ക് പോയിരിക്കുന്നത് അവരുടെ കരാവൻ പ്രത്യേകം ബോഡി ചെയ്ത ഒരു വാനിലാണ്, അല്ലെങ്കിൽ മിനി ബസ്സിലാണ്. അപ്പോൾ അത് ഒരു പ്രത്യേകതയാണ്. അവർ ഫാമിലിയായിട്ട് ആ ട്രിപ്പിന് വേണ്ടി മാത്രമായിട്ട് നേരത്തെ പ്ലാൻ ചെയ്തതാണ്. അതുകൊണ്ട് അപ്പോൾ അവർ അല്ലാത്ത സമയത്ത് അവർ പോകാറുള്ളപ്പോൾ ലോഡ് ഒക്കെ എടുത്തുകൊണ്ട് പോകാറുള്ളപ്പോൾ പതിവായിട്ട് ചിലപ്പോഴൊക്കെ കൂടെ ആരെങ്കിലുമൊക്കെ കൂട്ടാറുണ്ട്, ഫാമിലി മെമ്പേഴ്സിനെ എൻജോയ് ചെയ്യാൻ ഒന്നിച്ച്. അപ്പോൾ കൂട്ടത്തിൽ അവരുടെ അമ്മയെ കൂടി കൊണ്ടുപോയി എന്നുള്ളത് വളരെ ഒരു അർത്ഥവത്തായ ഒരു കാര്യമാണ്. കാരണം നമുക്ക് നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ പ്രായമുള്ളവരെ ഉണ്ടാകുമ്പോൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ കൊണ്ടുപോകാൻ മടിക്കും. അവരൊരു മടിയും കൂടാതെ അമ്മ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോവുകയും അവരും ആ പോക്ക് എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്തത് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഈ ഫാമിലിക്ക് എല്ലാ നന്മകളും നേരുന്നു. അതുപോലെ ഇവരുടെ ഈ പെഹൽഗാം പോയ ട്രിപ്പ്, കരാവനിലുള്ള ആ യാത്ര, അതെന്ന് പറയുമ്പോൾ അതിഗംഭീരമായിട്ട് അവർ അവിടുത്തെ കാര്യങ്ങളെല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട്. അവിടുത്തെ റോപ്പ് വേ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ ഹിൽ ടോപ്പിലേക്ക് പോകുന്ന ചില ഈ ടൂറിസ്റ്റ് അതെല്ലാം അവർ കവർ ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. അപ്പോൾ എന്തായാലും അവരുടെ ഈ ജീവിതത്തിൽ നമുക്ക് കാട്ടിത്തരുന്ന ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, നമുക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയ ആയിട്ടുള്ള എന്ന് തോന്നുന്ന പ്രത്യേകിച്ച് വനിതകൾക്ക് ട്രക്ക് ഹെവി ലൈസൻസ് എടുത്ത് ഒരു പണി ചെയ്യുക എന്ന് പറയുന്നത് അവർ തെളിയിച്ചിരിക്കുകയാണ്. അതുപോലെ പെഹൽഗാമിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ അവർ അത് സധൈര്യം ആ ട്രിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവരുടെ യാത്രകൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വീണ്ടും അവർക്ക് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നല്ല നല്ല വീഡിയോകൾ അവർക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഞങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടായിരിക്കും. ജയ് ഭാരത് മാതാ.